സെക്ഷൻ 4.26 ഒരു ഡെഫിനിഷൻ എഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആണ്. നമ്മൾ എഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ആൻഡ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ്, ആ സമയത്ത് നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ആയ അവസരത്തിലും ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണെന്ന് പറയും. അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പോൾ സെക്കൻഡ് കൈൻഡ് ഏതൊക്കെ തരത്തിലാണ് വരിക എന്ന് നോക്കാം. 3 പോസിബിലിറ്റിയുള്ളത്. ഒന്ന് എഫ് ഓഫ് എക്സ് പ്ലസ് ഇല്ലാതിരിക്കാം, എഫ് ഓഫ് എക്സ് മൈനസ് ഉണ്ടാവാം, എഫ് ഓഫ് എക്സ് പ്ലസ് ഉണ്ടാവാം, എഫ് ഓഫ് എക്സ് മൈനസ് ഇല്ലാതിരിക്കാം. പിന്നെ അടുത്തത് എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ. ഇങ്ങനെ 3 സിറ്റുവേഷനാണ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി സെക്കൻഡ് കൈൻഡ് വരുന്നത്. ഇനി സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി, അതായത് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫസ്റ്റ് കൈൻഡ്. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫസ്റ്റ് കൈൻഡ് നമ്മൾ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്നും പറയും. അത് 2 സിറ്റുവേഷൻ ഉണ്ട് അത് നടക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും വ്യത്യസ്തമായിരിക്കുക. രണ്ടാമത്തേൽ അത് രണ്ടും ഈക്വലാണ്, പക്ഷേ ഈ കോമൺ വാല്യൂ എഫ് ഓഫ് എക്സുമായിട്ട് ഡിഫറൻ്റ് ആയിരിക്കുക. കാരണം ഡിസ്കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവണം. ആ അവസരത്തിൽ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റിയിലെ രണ്ടാമത്തെ ടൈപ്പാണ്. അങ്ങനെ 2 ടൈപ്പാണ് ഉള്ളത്. ഇനി എക്സാമ്പിൾ 1, 4 എക്സാമ്പിളുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഒന്നാമത്തെ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈസ് റാഷണൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈസ് ഇറാഷണൽ. ഈ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആണ്. ഏതൊക്കെ ടൈപ്പിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് വരുന്നതിനെ നമുക്കറിയാനുള്ളൂ. എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഓഫ് ദി സെക്കൻഡ് കൈൻഡ് അറ്റ് എവറി പോയിന്റ് ഓഫ് എക്സ്. കേസ് സി വരുന്നത് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് കടക്കാം. എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ആ രീതിയിൽ നമ്മൾ പ്രൂഫ് കംപ്ലീറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ അത് എഴുതിയില്ല എന്നേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സ് മൈനസ് 1/n എക്സ് ഇത്തരത്തിലുള്ള ഏത് നെയ്ബർഹുഡ് എടുത്താലും എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ഇറേഷണൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സൻസ് ഇറേഷണലാണ് ഈ നെയ്ബർഹുഡിലുള്ളത്. ഇത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എൻ 0 ആണ് ഫോർ എ ബിരിയൻ, കാരണം എക്സ് എൻ ഇറേഷണലാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്, കാരണം എക്സ് റേഷണലാണ്. നമ്മളങ്ങനെ 2 കേസാക്കി എഫ് എക്സ് റേഷണൽ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ആ ഡിസ്കഷൻ അവിടെ ആക്കട്ടെ. ഇനി അതേപോലെ വൈ എൻ നമ്മൾ എടുക്കുന്നത് വൈ എൻ റേഷണൽ നമ്പേഴ്സ് ആക്കി എടുക്കുക. എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന റേഷണൽ നമ്പേഴ്സ് ആക്കിയിട്ടാണ് വൈ എൻ എടുക്കുന്നത്. ഇതേ ഇൻ്റർവൽ തന്നെ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് വൈ എൻ 1 ഉണ്ടാവും, കാരണം റേഷണലാണ് ഫോർ എ ബിരിയൻ. പക്ഷേ എ സെൻട്രൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൻ 0ലേക്ക് പോകും, എഫ് ഓഫ് വൈ എൻ 1ലേക്കും പോകും. അപ്പോൾ എ സെൻട്രൻസ് ഇൻഫിനിറ്റി എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന 2 സീക്വൻസ് നമ്മളെടുത്തത് എക്സിൻ്റെ അടുത്ത വശത്ത് വരുന്ന 2 സീക്വൻസ് എടുത്തു, എക്സ് എന്നും വൈ എന്നും. അത് ഒന്ന് 0ലേക്ക്, അതിൻ്റെ ഇമേജ് ഒന്ന് 0ലേക്കും പോവും, മറ്റേത് 1ലേക്കും പോവും. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നു നമ്മൾ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് പ്ലസും നമ്മൾ വലത്ത് ഭാഗത്ത് എടുക്കണം മാത്രം. എക്സിൻ്റെ വലത്ത് ഭാഗത്ത് ഇതേപോലെ ഒരു റേഷണൽ സീക്വൻസ് കൊടുക്കുക, ഒരു ഇറേഷണൽ സീക്വൻസ് കൊടുക്കുക, എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അതേപോലെ എടുത്താൽ മതി. എക്സ് പ്ലസ് 1/n ഇടയിൽ എടുത്താൽ മതി. അപ്പോൾ ആ കേസിലും നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ്
എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടും. എക്സിസ്റ്റ് ചെയ്യുന്നത് നിർത്താൻ നമുക്ക് കോൺട്രഡിക്ഷനിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഈ കേസിൽ എഫ് ഓഫ് എക്സ് പ്ലസും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എഫ് ഓഫ് എക്സ് മൈനസും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ റേഷണൽ എന്നുള്ള കേസിലാണ്. ഇറേഷണലിലും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. ഇറേഷണൽ എന്നുള്ള കേസിലും ഇത് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇനി അടുത്ത എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഈസ് റേഷണൽ ആൻഡ് ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈസ് ഇറേഷണൽ. അപ്പോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് 0 എന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ ബാക്കിയുള്ള പോയിന്റിലൊക്കെ ഇതിന് ഇറ്റ് ഹാസ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി സെക്കൻഡ് കൈൻഡാണ് വരുന്നത്. 0ൽ കണ്ടിന്യൂസ് ആണ്, പക്ഷേ വേറെ പോയിന്റിലെല്ലാം ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി സെക്കൻഡ് കൈൻഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 0ൽ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ 0ൻ്റെ ഇടത് വശത്ത് നമ്മളൊരു സീക്വൻസ് എടുക്കും, 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏത് സീക്വൻസ് ആയിക്കോട്ടെ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൻ 0 ആണെന്നാണ്. എസ് എക്സ് എൻ ടെൻസ് ടു 0. അപ്പോൾ നമ്മളൊരു എപ്സിലോൺ എടുത്തു. എക്സ് എൻ കൺവേർജസ് ടു 0 ആയതുകൊണ്ട് നമുക്കൊരു ക്യാപിറ്റൽ കെ കാണാൻ കഴിയും. എന്താ പ്രത്യേകത? ഡി എക്സ് എൻ 0 ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അതുകൊണ്ട് ഡി എഫ് ഓഫ് എക്സ് എൻ 0 എന്നുള്ളത് നമ്മളെടുത്ത സീക്വൻസ് എക്സ് എൻ ഈ സീക്വൻസ് ഓഫ് റേഷണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ എക്സ് എൻ എനി സീക്വൻസ് തന്നെ എടുത്ത് അങ്ങനെ തന്നെ എടുക്കേണ്ടത്. അത് നമ്മൾ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇനി അതിൽ എക്സ് എൻ ഒരു സീക്വൻസിൻ്റെ എല്ലാം റേഷണലാവണമെന്നില്ല. ചിലപ്പോൾ x1 റേഷണലായിരിക്കും, x2 ഇറേഷണലായിരിക്കും, x3 ഇറേഷണലായിരിക്കും. അതുകൊണ്ട് ഇതിന് 2 സിറ്റുവേഷനാണുള്ളത്. ഒന്ന് എക്സ് എൻ റേഷണലാണെങ്കിൽ ഇത് ഡി എക്സ് എൻ 0, കാരണം എഫ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എൻ ആണ്. ഇനി എക്സ് എൻ ഇറേഷണലാണെങ്കിൽ ഇത് ഡി 0 ആണ്. അങ്ങനെ 2 സിറ്റുവേഷൻ ഉണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താൻ കഴിയുന്നത് ഡി എഫ് ഓഫ് എക്സ് എൻ 0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എക്സ് എൻ 0 എന്ന് പറയാൻ കഴിയും. കാരണം ഡി എക്സ് എൻ 0 എപ്പോഴും ഡി 0 വലുതാണ്, ഇതിനേക്കാൾ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. ഡി 0 വലിയൊരു ക്വാണ്ടിറ്റിയാണ്. കാരണം ഡി 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിനേക്കാൾ വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഡി എക്സ് എൻ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്നത്. അപ്പോൾ ഡി എഫ് ഓഫ് എക്സ് എൻ 0 എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എക്സ് എൻ 0 ആയിരിക്കും കുറേ വരിയാൻ. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഡി എക്സ് എൻ 0 ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 1 പ്രകാരം. അത് ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പം നമുക്ക് കിട്ടിയത് ഡി എഫ് ഓഫ് എക്സ് എൻ 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് 0 ആണ് എന്നാണ്. അതായത് എഫ് ഓഫ് എക്സ് 0 മൈനസ് ഈ 0. ഇതേപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു 0. എക്സ് എൻ 0ലേക്ക് പോകുമ്പോൾ എക്സ് എൻ ഒക്കെ പോസിറ്റീവ് ആകുന്നു, എക്സ് എൻ 0ലേക്ക് പോകുന്നു, എക്സ് എന്നുകളൊക്കെ പോസിറ്റീവ് ആകുന്ന രീതിയിൽ. ആ കേസിൽ നമുക്ക് എഫ് ഓഫ് 0 പ്ലസും 0 ആണെന്ന് കാണിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ചെയ്ത അതേ രീതിയിലുള്ള പ്രൂഫ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എഫ് ഓഫ് 0 പ്ലസും എഫ് ഓഫ് 0 മൈനസും നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് 0 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള സിറ്റുവേഷനാണ് നമുക്ക് വേണ്ടത്. അതായത് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 വരുമ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ്, എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. നമുക്കൊരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. എക്സ് ആൻഡ് ബി സീക്വൻസ് ഓഫ് റേഷണൽ കൺവേർജസ് ടു എക്സ് ആൻഡ് എക്സ് ആൻഡ് ലെസ് ദാൻ എക്സ്, ആൻഡ് വൈ ആൻഡ് ബി എനി സീക്വൻസ് ഓഫ് ഇറേഷണൽ കൺവേർജസ് ടു എക്സ് ആൻഡ് വൈ ആൻഡ് ലെസ് ദാൻ എക്സ്. ഇങ്ങനെ 2 രീതിയിലുള്ള സീക്വൻസ് എടുക്കുക. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ എന്നാണ് നമുക്ക് വേണ്ടത്, റേഷണൽ ആയതുകൊണ്ട്. എഫ് ഓഫ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ
എന്നാണ് വരിക. എഫ് ഓഫ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ ആൻഡ് എഫ് ഓഫ് വൈ എൻ ഈക്വൽ ടു 0 ഫോർ എ വരികയാണ്. കാരണം എക്സ് എൻ റേഷണൽസാണ്. റേഷണൽസ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. വൈ എൻ ഇറേഷണൽസാണ്. വൈ എൻ ഇറേഷണൽ ആകുമ്പം അതിൻ്റെ ഇമേജ് 0 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം എന്നൊന്ന് ശരിയാണ്. അപ്പോൾ ലിമിറ്റ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ എവിടേക്കാണ് പോകുന്നത് നോക്കണം. ഇവിടെ ലിമിറ്റ് എക്സ് എന്ന് വരും. ലിമിറ്റ് എക്സ് എൻ എഫ് ഓഫ് എക്സ് എൻ എക്സ് ആണല്ലോ. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് എന്നാണ് വരിക. ലിമിറ്റ് എക്സ് എൻ എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എക്സ് എൻ എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. എക്സ് എൻ എവിടേക്ക് പോകുന്ന സീക്വൻസ് ആയിട്ടാണ് നമ്മൾ എടുത്തത്? എക്സ് എൻ കൺവേർജ് ടു എക്സിലേക്കുള്ള സീക്വൻസ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ എക്സ് എന്നിൻ്റെ ഇടതുവശത്ത് വരുന്ന ഒരു സീക്വൻസ് ആണ് എക്സ് എൻ. അത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് എന്ന് കിട്ടും. ഇനി അതേപോലെ വൈ എൻ എന്ന് പറയുന്നതും എക്സിൻ്റെ ഇടതുവശത്ത് വരുന്നൊരു സീക്വൻസ് ആണ്. അത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് മൈനസും 0 എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷനാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് കിട്ടി, എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് എന്ന് കിട്ടി, എഫ് ഓഫ് എക്സ് മൈനസ് എന്നെ 0 എന്ന് കിട്ടി. ഒരേ സമയം രണ്ട് സീക്വൻസ് എടുത്തിട്ട് എക്സ് എന്നും വൈ എന്നും എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്ന ഇടത് വശത്തുള്ള ഒന്ന് റേഷണൽ സീക്വൻസ് ഇറേഷണൽ സീക്വൻസ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷനാണ്. കാരണം എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസിലാണ് നമ്മളുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും എഫ് ഓഫ് എക്സ് പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എഫ് ഓഫ് എക്സ് പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി സെക്കൻഡ് കൈൻഡാണ്. അപ്പോൾ സെക്കൻഡിൽ എ ബി സി പറഞ്ഞതിൽ സിയിലാണ് നമ്മൾ വരിക. ഇനി എക്സാമ്പിൾ 3, 2 എക്സാമ്പിൾ കൂടി ഉണ്ട്. എക്സാമ്പിൾ 3 നോക്കാം. നമ്മൾ ഇതിങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത്. എക്സ് പ്ലസ് 2 ഇഫ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -2, -x -2 if -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2, എക്സ് പ്ലസ് 2 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അപ്പം -3 1 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ല് ഡിഫൈൻ ചെയ്തിരിക്കുന്നൊരു ഫംഗ്ഷനാണിത്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എഫ് ഹാസ് എ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി അതർ പോയിൻ്റ് ഓഫ് -3 1. 0-ലൊരു സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റിയാണ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാ പോയിന്റിലും -3 1 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ ബാക്കിയുള്ള എല്ലാ പോയിന്റിലും എഫ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം -3 -2 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ല്, അതുപോലെ 2 0 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ല്, 0 1 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ല് എഫ് ഒരു പോളിനോമിയലായിട്ടാണ് ഡിഫൈൻ ചെയ്തത്. ആദ്യത്തെ ഇൻ്റർവെല്ല് എക്സ് പ്ലസ് 2 എന്നാണ്, രണ്ടാമത്തെ ഇൻ്റർവെല്ല് -x -2 എന്നാണ്, മൂന്നാമത്തെ ഇൻ്റർവെല്ല് എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ പോളിനോമിയൽസ് കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് എഫ് ഈ ഇൻ്റർവെല്ലുകളിലൊക്കെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ള ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ -2 0 ആണ് വരിക. അതിൻ്റെ ഇവിടെ -2 0 എന്നാണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് ഈക്വൽ ടു -2-ലും എക്സ് ഈക്വൽ ടു 0-ലും എന്ത് സംഭവിക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആദ്യമായി എക്സ് ഈക്വൽ ടു -2-ൽ നോക്കാം. അപ്പോൾ നമ്മൾ എക്സ് എൻ -2-ൻ്റെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ കണ്ടിന്യൂസ് ആണെന്നാണ്. നമ്മൾ -2 താഴെയുള്ള നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാനാണ്. നമുക്ക് -2 താഴെയുള്ള ഒരു സീക്വൻസ് എടുത്തു -2-ലേക്ക് കൺവേർജ് ചെയ്യുന്ന -3 -2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലുള്ള ഒരു സീക്വൻസാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് എൻ പ്ലസ് 2 ആയിരിക്കും. കാരണം ആ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നാണ് ഡിഫൈൻ ചെയ്ത്. അപ്പോൾ ലിമിറ്റ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ലിമിറ്റ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ എക്സ് എൻ പ്ലസ് 2 ആണ്.
അപ്പോൾ എക്സ് എൻ -2ലേക്ക് പോകുന്നതുകൊണ്ട് ഇത് -2 + 2 വരും 0 വരും. അപ്പോൾ എഫ് ഓഫ് 2 മൈനസ് എക്സ് എൻ എനി സീക്വൻസ് എടുത്തത്, അതുകൊണ്ട് എഫ് ഓഫ് 2 - 0 എന്ന് കിട്ടി. ഇനി -2നേക്കാൾ വലിയ സീക്വൻസ് എടുക്കുക എക്സ് എൻ -2 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് എക്സ് എൻ -2ലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സീക്വൻസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് ഇത് ഈ ഇൻ്റർവെല്ലായതുകൊണ്ട് എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് -xn -2 ആണ്. അങ്ങനെയാണ് എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഇൻ്റർവെല്ല്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -x -2 എന്നാണ്. അപ്പോൾ ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൻ എന്നുള്ളത് ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി -xn -2 എന്നാവും. അതായത് -2 എന്നാവും. അപ്പോൾ 2 - 2 0 എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് -2 പ്ലസ് എന്നുള്ളത് 0 വരും. എഫ് ഓഫ് -2 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് -2 പ്ലസ് ഈക്വൽ ടു 0 വരും. പക്ഷേ കൂടാതെ എഫ് ഓഫ് -2 എന്നുള്ളത് -2 2 -2 0 എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് -2 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് -2 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് -2. അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -2. ഇനി അറ്റ് 0 നോക്കാം. നമ്മൾ കണ്ടിന്യൂസ് അല്ല എന്നാണ് പറയുന്നത്. നമ്മൾ എക്സിനേക്കാളും ചെറിയ, ഇവിടെ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഉള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. എക്സിനേക്കാളും ചെറിയൊരു മെമ്പർ എടുക്കുന്നു. എക്സൻ ഈ ഇൻ്റർവെല്ലുള്ളത് -2 0 എന്ന് പറയുന്നത്. എക്സന്നുകളൊക്കെ ഈ സീക്വൻസൊക്കെ 0നേക്കാൾ ചെറുതാണ്. എക്സന്നുകളൊക്കെ ഈ ഇൻ്റർവെല്ലും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. എക്സൻ 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സൻ എന്ന് പറഞ്ഞാൽ -xn -2 വരും. കാരണം ഈ ഇൻ്റർവെല്ലിൽ എഫ് ഡിഫൈൻ ചെയ്യുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -x -2 എന്നാണ്. ഇപ്പോൾ ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൻ എന്നുള്ള ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി -xn -2 എന്നാവും. അപ്പോൾ 0 - 2 -2 എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് 0 മൈനസ് എന്നുള്ളത് -2 കിട്ടി. ഇനി നമ്മൾ ഒരു സീക്വൻസ് ഇതിനേക്കാൾ വലുതെടുക്കുക. എക്സൻ നമ്മൾ 0നേക്കാൾ വലുതായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എക്സൻ ബിലോങ്സ് ടു 0 1 കൂടി ആയും കൊണ്ട് എടുക്കണം നമ്മൾ. അപ്പോൾ കൂടാതെ എക്സൻ 0ലേക്ക് കൺവേർജ് ചെയ്യുന്നതായിരിക്കണം, ആ രീതിയിൽ എടുക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സൻ ഈ ഇൻ്റർവെല്ലായതുകൊണ്ട് എഫ് ഓഫ് എക്സൻ എന്ന് പറഞ്ഞാൽ xn + 2 ഫോർ എ പിരിയൻ. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു, ഇത് നമ്മൾ എക്സിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. 0 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x + 2 ആണ്. ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി xn + 2 വരും. xn 0ലേക്ക് പോകുന്നതുകൊണ്ട് 0 + 2 2 വരും. എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് 0 മൈനസ് എഫ് ഓഫ് 0 പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് കൈൻഡ് അല്ല. ഇനി ഇത് രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് ഇത് ഫസ്റ്റ് കൈൻഡാണ്. ഫസ്റ്റ് കൈൻഡ് തന്നെ നമ്മൾ 2 കാറ്റഗറി ഉണ്ട്. അതിൽ രണ്ടാമത്തെ കാറ്റഗറിയിലാണ്, ആദ്യത്തെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി 0 ഉണ്ടെന്നർത്ഥം. അറ്റ് എക്സ് ഈക്വൽ ടു 0ൽ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ബാക്കി എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. ഇനി എക്സാമ്പിൾ 4 നോക്കാം. ലാസ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin 1/x എക്സ് നോട്ട് ഈക്വൽ ടു 0 ഈക്വൽ ടു 0 ഓഫ് എക്സ് ഈക്വൽ ടു 0. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0ൽ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ആണെന്നും ബാക്കിയുള്ള പോയിന്റിലൊക്കെ കണ്ടിന്യൂസ് ആണെന്നാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 നോക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് 0 പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എഫ് ഓഫ് 0 മൈനസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ കഴിയും. രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സെക്കൻഡ് കൈൻഡിൽ സി കാറ്റഗറിയിൽ വരും. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. എഫ് ഓഫ് 0 പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 0നേക്കാളും വലിയൊരു സീക്വൻസ് എടുക്കും, വലിയ 2 സീക്വൻസുകൾ എടുക്കും. വലിയ 2 സീക്വൻസ് എടുക്കുക, എക്സനും വൈഎന്നും. എന്നിട്ട് അത് അതിൻ്റെ ഇമേജ് 2 വരെ ലിമിറ്റിലേക്ക് അല്ല പോകുന്നതെന്ന് കാണിക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സൻ എങ്ങനെയാണ് ആദ്യം എടുക്കുന്നത്? 1/4n + 1 π/2. ഇത് പോസിറ്റീവാണ്. കൂടാതെ ഇത് 0ലേക്ക് പോകുന്നുണ്ട്. എഫ് ഓഫ് എക്സൻ എന്ന് പറയുന്നത് സൈൻ നോൺ സീറോ ആണ് ഇവിടെ എക്സൻ, അതുകൊണ്ട് എക്സ് നോൺ സീറോ ആണ്. അപ്പോൾ സൈൻ 1/xn വരും. അപ്പോൾ സൈൻ 4n + 1 π/2 വരും, അതായത് 1. സൈൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. ഓഡ് മൾട്ടിപ്പിൾ എന്ന് മാത്രമല്ല π/2, 5π/2, പിന്നെ 9π/2, ഇതൊക്കെ സൈൻ്റെ വാല്യൂ 1 ആണ് വരുന്നത്.
അപ്പോൾ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് 0 പ്ലസ് ഈക്വൽ ടു 1 എന്ന് വന്നു വിടാം. ഇനി നമ്മൾ വൈൻ ഈക്വൽ ടു 1/2π എടുക്കുമ്പോഴും ഇവിടെ വൈ എന്നുകളൊക്കെ പോസിറ്റീവാണ്, വൈൻ 0യിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് വൈ എൻ എടുക്കുമ്പോൾ സൈൻ 1/yn വരും, അതായത് സൈൻ 2nπ വരും, 0 ആണ്. എഫ് ഓഫ് 0 പ്ലസ് 0 വരും. ഇതൊരു കോൺട്രഡിക്ഷനാണ്, കാരണം എഫ് ഓഫ് 0 പ്ലസ് 1 എന്നും കണ്ടിട്ടുണ്ട്, നമ്മൾ എഫ് ഓഫ് 0 പ്ലസ് -1 എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് 0 പ്ലസ് എക്സിസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ല. അതേപോലെ തന്നെ നമുക്ക് എഫ് ഓഫ് 0 മൈനസും എക്സിസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ല എന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ നെഗറ്റീവ് എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ എക്സ് എൻ എടുത്തതിൻ്റെ നെഗറ്റീവായിട്ട് എടുത്താൽ മതി. അതുപോലെ വൈ എന്നും നെഗറ്റീവ് എടുത്താൽ, അതായത് വൈ എന്ന് പറഞ്ഞാൽ -1/2nπ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറ്റ് 0 ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി സെക്കൻഡ് കൈൻഡാണ്, രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നമ്മുടെ സി കാറ്റഗറിയിൽ വരും. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. എക്സ് നോട്ട് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 1/x ആണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് സൈൻ എക്സ് കണ്ടിന്യൂസ് ആണെന്നറിയാം. ശരിക്കും നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല, നമ്മളിപ്പം കാലം അസ്യൂം ചെയ്യാം. കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. കൂടാതെ 1/x കണ്ടിന്യൂസ് ആണ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇവിടെ എഫ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി സെക്കൻഡ് കൈൻഡ് കിട്ടും, അതിൽ സി കാറ്റഗറി. എക്സ് നോട്ട് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇതിനൊരു റിമാർക്ക് കൂടി പറയാനുണ്ട്. ഇനി ഇതേ എക്സാമ്പിളിൽ തന്നെ ക്ലോസ് ഇൻ്റർവൽ -1 1 എടുക്കുകയാണെങ്കിൽ എഫിന് ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ട്, പക്ഷേ എഫ് കണ്ടിന്യൂസ് അല്ല. അതായത് കോൺവേഴ്സ് ഓഫ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അസ്യൂം ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ നമ്മൾ എഫ് കണ്ടിന്യൂസ്, അപ്പോൾ 0 ഒഴികെയുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എഫ് ക്ലോസ് ഇൻ്റർവൽ -1 1ൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇനി നമ്മൾ ഈ ക്ലോസ് ഇൻ്റർവൽ -1 1 എന്തായാലും കണ്ടിന്യൂസ് അല്ല എന്ന് കിട്ടി. ഈ ഇൻ്റർവെല്ലിൽ ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. അപ്പം ഡിഫറെൻറ്റ് കേസസ് എടുക്കാം. ഒന്നാമത്തെ കേസ് 0 <a <b. അപ്പോൾ സി എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് എയുടെ എഫ് ഓഫ് സിയുടെ എഫ് ഓഫ് ബിയുടെ ഇടയിൽ എടുക്കുന്നു. ഇപ്പോൾ സി അല്ല എഫ് ഓഫ് ബിയുടെയും ഇടയിൽ നമ്മൾ എടുക്കുന്നു. അപ്പോൾ സൈനും 1/x കണ്ടിന്യൂസ് ആയതുകൊണ്ട്, ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 1/x ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഈ ഇൻ്റർവെല്ലിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. ദർ എക്സിസ്റ്റ് ആൻ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഈ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി 0 രണ്ടാമത്തെ കേസ് 0 a <0 b. ആ കേസിൽ എയും ബിയും നോൺ സീറോ ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടി ഇങ്ങനെ എടുത്തതുകൊണ്ട്. ഇപ്പോൾ സി എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിൽ ലൈ ചെയ്യുന്ന രീതിയിൽ എടുക്കുന്നു. ഇഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കറിയാം 0 എ ബിൻ്റെ ഇടയിൽ ലൈ ചെയ്യുന്നു എന്ന് നമുക്കറിയാം. എഫ് ഓഫ് 0 ഈക്വൽ ടു 0 വരുന്ന രീതിയിൽ ആ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. സി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പോൾ സി ലൈ ചെയ്യുന്നത് എഫ് ഓഫ് എയുടെ എഫ് ഓഫ് ബിയുടെ ഇടയിലാണ്, അതായത് സൈൻ 1/aയുടെയും സൈൻ 1/bയുടെയും ഇടയിലാണ്. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് സി ലൈ ചെയ്യുന്നത് 1/aയുടെയും 1/bയുടെയും ഇടയിലാണ്. അതായത് എക്സ് ഈക്വൽ ടു 1/സൈൻ ഇൻവേഴ്സ് സി ലൈ ചെയ്യുന്നത് എയുടെയും ബിയുടെയും ഇടയിലാണ്. ഇവിടെ സി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇൻവേഴ്സ് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സിന് എഫ് ഓഫ് എക്സ് എന്താ വരിക? സൈൻ ഓഫ് 1/x വരും, അതായത് സൈൻ ഇൻവേഴ്സ് സി, അത് സി ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ എല്ലാ കേസിലും അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ എഫ് ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് എടുക്കുന്നുണ്ട്, പക്ഷേ എഫ് കണ്ടിന്യൂസ് അല്ല. അപ്പോൾ കോൺവേഴ്സ് ഹോൾഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയാണ് ഈ കണ്ടിന്യൂറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കണ്ടിന്യൂറ്റിയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.